തവളപ്പുറത്തെ ഇരിക്കുന്ന മഹാദേവന്റെ അദ്ഭുതക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ? നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉത്തർപ്രദേശിലെ ലങ്കിപൂർ കേരി എന്ന സ്ഥലത്ത് ഓയൽ എന്നൊരു ചെറിയ രാജ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ രാജാവായിരുന്നു രാജാ ഭഗത് സിംഗ്. പക്ഷേ രാജാവിനെ വലിയൊരു സങ്കടം വേട്ടയാടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്ത് മഴ പെയ്തിട്ട് കാലമേറെയായിരുന്നു. വേലുകൾ ഉണങ്ങി, കിണറുകൾ വറ്റി. ഈ സങ്കടത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് തന്റെ കാലശേഷം രാജ്യം ഭരിക്കാൻ അദ്ദേഹത്തിന് ഒരു കുഞ്ഞു ഉണ്ടായിരുന്നില്ല. ഈ സമയം ഒരു താന്ത്രികൻ കൊട്ടാരത്തിലേക്ക് വന്നു. രാജാവിന്റെ അവസ്ഥ കണ്ട് അദ്ദേഹം ഒരു വിചിത്രമായ വഴി പറഞ്ഞു. മഴയെ വിളിച്ചുവരുത്താൻ തവളയോളം ശക്തി മറ്റ് ഒരു ജീവിക്കും ഇല്ല. ഒരു കൂറ്റൻ തവളയുടെ പുറത്തു നിൽക്കുന്ന രീതിയിൽ മഹാദേവന്റെ ക്ഷേത്രം നിർമ്മിക്കുക. ആദ്യം എല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടെങ്കിലും രാജാവ് അതിന് സമ്മതിച്ചു. ഭൂമിയിൽ നിന്ന് 100 അടി ഉയരത്തിൽ ഒരു ഭീമാകാരമായ തവളയെ പാറക്കല്ലിൽ കൊത്തിയെടുക്കുകയും ചെയ്തു. അതിനു പുറത്ത് അതിമനോഹരമായ ഒരു ക്ഷേത്രം പണിതു. പ്രതിഷ്ഠയ്ക്കായി രാജാവ് നർമ്മദ നദിയിൽ നിന്ന് ഒരു ശില കണ്ടെടുക്കുകയും ആ ശിലയിൽ നിന്ന് വളരെ മനോഹരമായ രീതിയിൽ ശിവലിംഗം നിർമ്മിച്ചു കൊണ്ടുവന്നു. മഹാദേവന്റെ വാഹനമായ നന്ദി പോലും അവിടെ തന്നെ യജമാനനെ ബഹുമാനത്തോടെ എഴുന്നേറ്റു നിന്ന് നോക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായി. ആദ്യത്തെ പൂജ നടന്ന ദിവസം ആകാശത്ത് വലിയൊരു മാറ്റം കണ്ടു. ഇടിമിന്നലോടെ ആ നാട്ടിൽ വലിയൊരു മഴ പെയ്തു. അധികം വൈകാതെ തന്നെ കൊട്ടാരത്തിൽ ഒരു രാജകുമാരൻ ജനിക്കുകയും ചെയ്തു. ഇന്നും ലങ്കിപൂർ കേരിയിൽ പോയാൽ ആ അദ്ഭുതം നമുക്ക് കാണാം.